ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അടിപൊളി ചക്കക്കൂരും ചെമ്മീനും മാങ്ങയും വെച്ചിട്ടുള്ള ഒരു കറിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുകയെങ്കിൽ ഇതായാലും നാളികേരം നമ്മുടെ ചെരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ. പിന്നെ പച്ചമുളക്, ചുവന്നുള്ളി, ഇഞ്ചി, ഇതാണ് ഇതിൽ ചേർക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചക്കക്കുരു ഒന്ന് നന്നാക്കിയിട്ട് വരാം. ഞാൻ വേവിക്കാൻ വെക്കാണ്. കഷ്ണങ്ങളാക്കിയിട്ടത് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം. ചക്കക്കുരു ഇതേന കണ്ട വെന്ത് വന്നിട്ടുണ്ട് കേട്ടാ, കണ്ട വെന്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ നന്നാക്കിയതാണ് വേണം കഷ്ണങ്ങളാക്കിയിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇടുക. ഈ മഞ്ഞപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് നമുക്കിത് ഒന്നും കൂടി വേവിക്കാൻ വെക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വേവിക്കാൻ വെക്കാം. കുഴമ്പ് രൂപത്തിലുള്ള കറിയായിട്ട് എടുക്കുമ്പോഴാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പം എല്ലാവരും അധികം വെള്ളം ചേർക്കാതെ വേവിക്കാൻ നോക്കാം. ഇതൊന്ന് തള വന്നിട്ട് അപ്പം ഇഞ്ചി പച്ചമുളകും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം ചീഞ്ചട്ടി വെച്ച് ചെമ്മീൻ പൊടി നമുക്ക് കഴുകി വാന വെച്ചതാണ്, അത് ഞാൻ ഒന്ന് വറുത്തെടുക്കാൻ പോവാണ്. ഈ ചട്ടിയിൽ ഞാൻ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. ഈ നാളികേരം ഒന്ന് നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് അരപ്പ് തയ്യാറാക്കാം. നാളികേരം അരച്ചു കൊടുക്കാം. മൊരിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഞാൻ ഈ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ചെമ്മീൻ പൊടി കണ്ട ഇങ്ങനെ ചതച്ചെടുത്ത ഈ പരുവത്തിൽ എടുക്കണം കേട്ടോ. കുഴമ്പാക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. അത് ഇതിലേക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചക്കക്കുരും മാങ്ങയൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടാവും. അതിലേക്ക് ചെമ്മീനും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ അരപ്പ് ഒഴിച്ച് കൊടുക്കുക. നാളികേരം അരച്ചതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് കാച്ചി കൊടുക്കാം. ഇത് ചെമ്മീനും ചക്കക്കുരും മാങ്ങയും ഈ അരപ്പ കൂടി നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വന്നോട്ടെ കേട്ടോ. അപ്പം നമുക്ക് കാച്ചി കൊടുക്കാം. ഇതൊന്ന് കുറുകാൻ വെക്കുന്നതിന് ഇതണ്ട കുഴമ്പ് പരിപാടി ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കാച്ചി കൊടുക്കാം. അതിനായി ഞാൻ ചെറുള്ളി ചീരട്ടി അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ. അതിനുശേഷം ചെറുള്ളി അരിഞ്ഞു വെച്ചതാണ് ഞാൻ, ചുവന്നുള്ളി, അതതിൽ ചേർത്ത് കൊടുക്കണം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നുള്ളു മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ കറിക്ക് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും ഇങ്ങനെ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. കാച്ചമുളക് പൊടിയിട്ട് അടിപൊളി ചെമ്മീനും ചക്കക്കുരും മാങ്ങയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട
ചെമ്മീൻ മാങ്ങ ഇട്ട കറി ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അടിപൊളിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. തനി നാടൻ വിഭവമാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കി അത് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക, ഞങ്ങളെ അടുത്ത് അറിയിക്കുക. പിന്നെ ഞങ്ങളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.